സുദിനം ഈശ്വര ചൈതന്യത്താൽ നിറയുവാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് കൈകൾ കൂപ്പാം. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, we can get over it. So deep, we can get under it. So wide, can get around it. Oh, wonderful love. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. ഈ ഒരു ദിവസം മുഴുവൻ ഈശ്വര ചൈതന്യത്താൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റേതായ പെരുമാറ്റ രീതികൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയും സാൻജോയുടെ നെടുംതൂണുമായ എച്ച്.എം. സിസ്റ്റർ ഷെഫി റോസിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന റവറൻഡ് ഫാദർ രാജു ആബുക്കാരൻ, അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട
സിസ്റ്റർ ബോണി മരിയ, അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ നമ്മെ ധന്യമാക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി, തൻ്റെ മഹനീയ സാന്നിധ്യത്താൽ നമ്മെ ധന്യരാക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ബിബിൻ കുരിശുതറ, ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിന്, ഈ വാർഷിക ആഘോഷങ്ങൾക്ക് ആശംസകൾ അറിയിക്കുവാനായി എത്തിയിരിക്കുന്ന ശ്രീമതി ധന്യ ബി ഷേണായി, ശ്രീ ജോർജ് പട്ടിരുമഠം, ഞങ്ങളുടെ കുരുന്നുകളായ സെയ്ഡൻ, ജാൻവി ജോമി, ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശിവജി PR, മനോഹരമായ ഒരു സായം സന്ധ്യയിലാണ് നാം ആയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് 10ാം ക്ലാസ് എന്ന കലാലയത്തിൻ്റെ പടി വിട്ടു പോന്നപ്പോൾ ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ചൊരു വചനമാണ്, ഒരു മഹത്തായ വചനമാണ് എൻ്റെ മനസ്സിലേക്ക് ഈ സമയം കടന്നു വരുന്നത്. ജന്മജന്മാന്തരങ്ങളിൽ മനസ്സിനെ നയിക്കുന്ന ഒരു നല്ല ചിത്രം വിദ്യാഭ്യാസം. അതെ, വിദ്യ എന്നത് അനന്തവിഹായസിലേക്ക്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ കൈകളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന സുന്ദരമായ നിമിഷങ്ങളാണ്. ദൈവം ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഓരോ കുഞ്ഞിൻ്റെയും ജനനം. അതെ, ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നലകളിൽ അമ്മയുടെ തോളത്ത് കരഞ്ഞും പിണങ്ങിയും ഇണങ്ങിയും പിച്ചവെച്ചും നടന്ന കുഞ്ഞു കുരുന്നുകൾ ഇന്ന് അറിവിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ചുകൊണ്ട്, അതിനപ്പുറം കലയുടെ ആദ്യ അക്ഷരങ്ങൾ കുറിക്കുന്ന സുന്ദരമായ ഒരു സായം സന്ധ്യയിലാണ് നാം ആയിരിക്കുന്നത്. ഏറെ ആകാംക്ഷയോടെയാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഇന്നത്തെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാണാവള്ളി സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് പള്ളിയുടെ വികാരിയും ഞങ്ങളുടെ ആത്മീയ പിതാവും, ഏതാവശ്യങ്ങളിലും ഞങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് ഈ സാൻജോ നഴ്സറിയെ എന്നും സ്നേഹിക്കുകയും ഏറെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട രാജു അച്ഛനാണ്. ഈ അവസരത്തിൽ രാജു അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പൊതുസമ്മേളനത്തിലേക്കും തുടർന്നുള്ള കലാവിരുന്നിലേക്കും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സിസ്റ്റർ ബോണി മരിയയാണ്. സിസ്റ്റർ ആതുര ശുശ്രൂഷ രംഗത്തിലൂടെ തൻ്റെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരികയും പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായും പള്ളിപ്പുറം സാന്തോ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായും ഇപ്പോൾ ഞങ്ങളുടെ എറണാകുളം തിരുഹൃദയ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറായും സുദൃഢമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ വർഷം സിസ്റ്ററിനെ നമ്മൾ ഈ വാർഷിക ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്ന് സിസ്റ്ററിന് വരാൻ സാധിച്ചില്ല. ഇന്ന് സിസ്റ്റർ ഇവിടെ വന്നിരിക്കുന്നു. ഇന്നിവിടെ പകരം സിസ്റ്റർ പൗത്ര ജോണിനെയാണ് ഞങ്ങൾ ക്ഷണിച്ചിരുന്നത്. പക്ഷേ അന്നത്തേതിന് പകരം ഇന്നിവിടെ സിസ്റ്റർ സജീവമായി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. സ്നേഹപൂർവ്വം സിസ്റ്റർ ബോണി മരിയയെ ഏറ്റവും സ്നേഹത്തോടെ ഈ പൊതുസമ്മേളനത്തിലേക്കും തുടർന്നുള്ള കലാവിരുന്നിലേക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വല്യാറ, ഉളവയ്പ്, പാണാവള്ളി ഈ 3 ഇടവകകൾ, ഒപ്പം നോർത്ത് പാണാവള്ളി, ഈ 4 ഇടവകകൾ ഒരുമിച്ച് സംയോജിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ 4 ഇടവകയിലെ കുരുന്നുകൾ ഇവിടെ വിദ്യ അഭ്യസിക്കുന്നുണ്ട്.
ഇന്ന് തന്നെ മഹനീയ സാന്നിധ്യത്താൽ നമ്മെ ധന്യരാക്കുന്ന, വളരെ ശാന്തതയോടെയും ഹൃദ്യതയോടെയും എല്ലാവരോടും ഇടപെടുകയും തൻ്റെ ആത്മീയ സുഹൃത്തുക്കൾ എന്നും തൻ്റെ ഇടവക മക്കൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി അച്ഛനാണ്. അച്ഛനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാം ഏവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട ഫാദർ ബിപിൻ കുരിശിതറ അച്ഛൻ തൻ്റെ സാന്നിധ്യത്താൽ നമ്മെ ധന്യരാക്കും. അച്ഛനൊരു കുർബാനയുള്ളത് കൊണ്ട് അല്പം വൈകിയേ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെയും സാന്നിധ്യത്തെ ഓർത്ത് അച്ഛനെയും ഈ വേദിയിലേക്ക് തുടർന്നുള്ള കലാവിരുന്നിലേക്കും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. MA LP സ്കൂളും സാൻജോ നഴ്സറി സ്കൂളും എന്നും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ശ്രീമതി ധന്യ ബി ഷേനായി ടീച്ചർ സ്കൂളിൻ്റെ അച്ഛൻ ഇന്നിവിടെ സന്നിഹിതയാണ്. ഞാനിവിടെ വന്ന നാൾ മുതൽ ടീച്ചർ എന്നെ പല കാര്യങ്ങൾക്കും സ്കൂളിലേക്ക് ക്ഷണിക്കുകയും സ്കൂളിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരിക്കണമെന്നുള്ള ടീച്ചറിൻ്റെ ആഗ്രഹത്താൽ തന്നെ പല കാര്യങ്ങൾക്കും ടീച്ചർ നമ്മളോട് ഇവിടെ ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട്. അനേക വർഷങ്ങൾ MELP സ്കൂളിൽ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം വളരെയേറെ നിറഞ്ഞു നിന്നിരുന്നതാണ്. എങ്കിലും ആ ബന്ധം ഇന്നും ടീച്ചർ HM അത് തുടർന്നു കൊണ്ടുപോവുകയാണ്. സ്നേഹപൂർവ്വം ശ്രീമതി ധന്യ ബി ഷേനായി ടീച്ചറിനെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാണാവള്ളി ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജോർജ് പട്ടിരുമഠം തൻ്റെ സാന്നിധ്യത്താലും തൻ്റെ സംസാരത്താലും എപ്പോഴും ഏവർക്ക് ഹൃദ്യമായിക്കൊണ്ട് ഏതാവശ്യങ്ങളിലും, വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളിലും നേഴ്സറിയുടെ ആവശ്യങ്ങളിലും ജോർജ് ചേട്ടനോട് പറഞ്ഞാൽ ജോർജ് ചേട്ടൻ റെഡിയാണ്. വളരെ വിശാല മനസ്കതയോടെ എല്ലാ കാര്യങ്ങളെയും അന്വേഷിക്കുകയും സഹായിക്കുകയും ആത്മീയവും ഭൗതികവുമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളെ ധന്യരാക്കുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ശ്രീ ജോർജ് പട്ടിരുമഠം അവരുകളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുമാരി ജാൻവി ജോമി, സെയ്ഡൻ ലിൻസൺ, ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇന്നിവിടെ ഈ നേഴ്സറിയിലെ തങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് ഇവിടെ ആശംസകൾ അറിയിക്കുകയാണ്. അവർക്കും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റ് എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെയും ഹൃദ്യതയോടെയും ചോദിച്ചറിയുകയും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ ശിവജി PR, ശ്രീ ശിവജിയെയും സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് ഞാനായിരിക്കുന്ന ഈ സമൂഹമാണ്. FCC സമൂഹം, എൻ്റെ കമ്മ്യൂണിറ്റി. ഇവിടെ അവരുടെ സജീവമായ സാന്നിധ്യമുണ്ട്. സിസ്റ്റർ ലിസി ജോസഫ്, സിസ്റ്റർ ഡെന്നീസ്, സിസ്റ്റർ മെറിൻ, സിസ്റ്റർ ഷേഫി എന്നിവർ ഒപ്പം ഞങ്ങളെ സഹായിക്കുന്ന കുട്ടിയും ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹം എൻ്റെ ഏത് ആവശ്യങ്ങളിലും എന്നെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സമൂഹത്തെ ഞാൻ ഈ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ ആയിരിക്കുന്ന സിസ്റ്റർ റെജി,
സിസ്റ്റർ ഉഷാമരിയ എന്നിവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി എൻ്റെ മുൻപിലിരിക്കുന്ന ഒരു പറ്റം മാതാപിതാക്കൾ, അവരുടെ പിഞ്ചോമനകൾ അണിയറയിലാണ്. ഏത് ആവശ്യങ്ങളിലും സജീവമായി ഈ മാതാപിതാക്കൾ എപ്പോഴും സാൻജോ നഴ്സറിയോടൊപ്പമുണ്ട്. തങ്ങളുടെ സാന്നിധ്യത്താലും നിർദ്ദേശങ്ങളാലും പ്രോത്സാഹനങ്ങളാലും എല്ലാം എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയും ഏതാവശ്യങ്ങളിലും സാൻജോ നഴ്സറിയുടെ സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ കുഞ്ഞുമക്കൾ, ഇവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ നീണ്ട വർഷങ്ങൾക്കും എന്നേക്കാളേറെ ഈ സാൻജോ നഴ്സറിയും അതുപോലെ തന്നെ ഈ ഇടവകയും ഈ പരിസരവും എല്ലാം സുപരിചിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ശ്രീമതി മിനി വിനോദ്, ശ്രീമതി ബീന ജോഷി, നിമ്മി ടീച്ചർ, ലില്ലി ചേച്ചി, ഇവർ 4 പേരും ഓരോ സമയത്തും കൃത്യമായി എന്നെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശങ്ങളും നൽകുകയും ഒപ്പം ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് നടക്കുവാൻ സാധിക്കുന്നത്. ഈ ടീച്ചേഴ്സിൻ്റെ നിർലോഭമായ സേവനവും സ്നേഹവും പ്രോത്സാഹനവും എല്ലാം ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം അവർക്ക് ഓരോരുത്തർക്കും ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ ആരെയെങ്കിലും ഒരു ആളെ വിട്ടുപോയി പെട്ടെന്ന് എൻ്റെ കണ്ണ് ദൈവം തോന്നിച്ചു തന്നു. ശ്രീ ജോർജ് പട്ടണമടവും ശ്രീ ബേബി വേട്ടുന്തറയും നമ്മുടെ പള്ളിയിലെ 2 ട്രസ്റ്റിമാരാണ്. ജോർജേട്ടനല്ല, ബേബി ചേട്ടൻ ഇന്ന് രാവിലെ നഴ്സറിയിലേക്ക് ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ബേബി ചേട്ടൻ വളരെ നിസ്വാർത്ഥമായ സന്മനസ്സോടെ എൻ്റെ ആവശ്യം, നഴ്സറിയുടെ ഒരു ആവശ്യം സാധിച്ചു തരികയും ബേബി ചേട്ടന് തീരെ വയ്യാതിരിക്കുകയായിരുന്നു. എങ്കിലും ഞാൻ വളരെ സ്നേഹത്തോടെ വിളിച്ച് സിസ്റ്ററെ, മദറെ, ഞാൻ ഇന്നിവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ തന്നെ വളരെ നേരത്തെ തന്നെ അവിടെ എത്തുകയും ഇന്നത്തെ ഈ ദിവസത്തെ മഹനീയമായ തൻ്റെ സാന്നിധ്യത്താൽ ഏറ്റവും മനോഹരമായി അലങ്കരിക്കുകയും ചെയ്യുന്ന ബേബി ചേട്ടനെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിലും ഒരിക്കൽ കൂടി ഓരോരുത്തർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ. നീണ്ട 20 വർഷത്തെ അധ്യാപന സേവനം തുടർന്നുകൊണ്ടിരിക്കുന്ന അധ്യാപിക, സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വ്യക്തിമുദ്ര പതിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അറിവിൻ്റെ ലോകം തുറന്നുകൊണ്ടിരിക്കുന്ന സാൻജോ നഴ്സറിയുടെ സ്വന്തം മിനി ടീച്ചറിനെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പാണാവള്ളി സാൻജോ നഴ്സറി സ്കൂളിൻ്റെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച് വിജ്ഞാനത്തിൻ്റെ വലിയ ലോകത്തിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്ന കുരുന്നുകളുടെ മനസ്സിൽ വിജ്ഞാന ദീപം തെളിച്ച് അറിവിനൊപ്പം കായിക മേഖലകളിലും അവരെ വളർത്തി ധാർമ്മിക ബോധത്തിലും ഈശ്വര വിശ്വാസത്തിലും വളർന്ന് സമൂഹത്തിനും കുടുംബത്തിനും അഭിമാനമുള്ളവരാക്കി ഉയർത്തുന്നതിൽ സാൻജോ നഴ്സറി സ്കൂൾ സ്തുത്യർഹമായ പങ്ക് ഇന്നുവരെ വഹിച്ചിട്ടുണ്ട്. ഈ വിദ്യാലയം വഴി ഈ സമൂഹത്തിനും നാടിനും ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നല്ല ദൈവത്തിൻ്റെ മുൻപിൽ ശിരസ് നമിക്കുന്നു. നമ്മുടെ വിദ്യാലയം ഈ നാട്ടിലെ കുഞ്ഞുമക്കൾക്ക് വിദ്യയുടെ ആദ്യാക്ഷരം കുറിക്കാൻ അനാദി മുതലേ ദൈവം തിരഞ്ഞെടുത്ത ഒരു വിദ്യാലയമാണ് സാൻജോ നഴ്സറി. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ഈ വിദ്യാലയം FCC സിസ്റ്റേഴ്സ് നേതൃത്വം നൽകുന്നു.
ഇപ്പോൾ ഈ നഴ്സറിയുടെ എച്ച്.എം.ആയി സിസ്റ്റർ ഷേഫി റോസ് നേതൃത്വം നൽകുന്നു. പ്രീ-KG, LKG, UKG ക്ലാസ്സുകളിലായി 67 കുട്ടികൾ വിദ്യ തേടുന്നു. 3 അധ്യാപകരും ഒരു അനധ്യാപികയും ഇവിടെ സേവനം ചെയ്യുന്നു. പാഠ്യേതര വിഷയങ്ങൾ. പ്രവേശനോത്സവം 2025 ജൂൺ 9 വിശിഷ്ടാതിഥി സിസ്റ്റർ മെറിൻ, നഴ്സറി സ്കൂളിൻ്റെ പുതിയ എച്ച്.എം സിസ്റ്റർ ഷേഫി റോസ്, മാതാപിതാക്കൾ, കുട്ടികളും ചേർന്ന് ദീപം തെളിച്ച് പ്രവേശനോത്സവ പരിപാടികൾക്ക് ആരംഭം കുറിച്ചു. കുട്ടികൾ വിവിധ വേഷവിധാനങ്ങളോടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിരനിരയായി നിന്നുകൊണ്ട് പുതിയ കുട്ടികളെ സ്വീകരിച്ചു, ഹാളിലേക്ക് ആനയിച്ചു. UKG കുട്ടികൾ ഈശ്വര പ്രാർത്ഥന ആലപിച്ചു. അതിനുശേഷം സിസ്റ്റർ ഷേഫി റോസ് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി. സയൻസ് സ്കൂളിലെ കുട്ടികൾ 10 മണിയോടെ സ്കൂളിൻ്റെ അങ്കണത്തിൽ എത്തിച്ചേരുന്നു. തുടർന്ന് സ്കൂളിൽ അസംബ്ലി നടത്തുന്നു. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കുഞ്ഞുങ്ങൾ വിശ്വാസത്തോടെയും ധാർമ്മിക ബോധത്തോടെയും ജീവിക്കാൻ പ്രാർത്ഥന ആവശ്യമാണല്ലോ. കുട്ടികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവിക ശക്തി സ്വീകരിക്കുവാനും പഠനത്തിലും ആരോഗ്യത്തിലും വളരുവാനും ഇവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ക്ലാസ് 3:30 അവസാനിക്കുന്നു. 4:30 വരെ കുട്ടികളെ ഇവിടെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ സമർപ്പണ ബോധത്തോടെ അധ്യാപകർ ശ്രദ്ധിക്കുന്നു. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുവാൻ എല്ലാ ടീമിലും എക്സാം നടത്തുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലാസ് ടെസ്റ്റ് നടത്തുകയും ചെയ്യുന്നു. മികവുകൾ. നവംബർ മാസം നടത്തിയ അമേയ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ കുട്ടികൾക്ക് ഉയർന്ന മാർക്കുകൾ ലഭിച്ചു. 5 മുതൽ 15 വരെയുള്ള റാങ്കുകൾ നേടി വിജയിച്ചവരെ വാർഷിക ദിനത്തിൽ അനുമോദനങ്ങൾ നൽകി. ദേശീയ വിരദിനം. ശുചിത്വം ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണല്ലോ. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഇവിടുത്തെ അധ്യാപകർ ശ്രദ്ധിക്കുന്നു. ദേശീയ വിരദിനമായ ജനുവരി 6 എല്ലാ കുഞ്ഞുങ്ങൾക്കും ഗുളിക നൽകി. ഇതിൻ്റെ ട്രെയിനിങ്ങിന് മിസ്സിസ് ബീന ജോഷി പങ്കെടുക്കുകയും ചെയ്തു. PTA. ഈ വർഷത്തെ വാർഷിക ആഘോഷങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ PTA മീറ്റിംഗ് ഒക്ടോബറിൽ നടത്തി. ഇതിൽ PTA അംഗങ്ങളെ തിരഞ്ഞെടുത്തു. സ്കൂളിൻ്റെ ഏത് ആവശ്യത്തിനും PTA അംഗങ്ങളുടെ നിസ്വാർത്ഥമായ സേവനം വളരെ വലുതാണ്. PTA അംഗങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും ഹൃദ്യമായ നന്ദി. ഒപ്പം ഇന്നത്തെ ഈ ദിവസത്തെ മനോഹരമാക്കാൻ അധ്വാനിച്ച എല്ലാ മാതാപിതാക്കൾക്കും നന്ദി. ദിനാചരണങ്ങൾ. കുട്ടികളിലെ സർഗാത്മക ശക്തി വളർത്താൻ ഉതകും വിധം ദേശീയ പ്രാധാന്യമുള്ള ശിശുദിനം, ഓണാഘോഷം, അധ്യാപക ദിനം, ക്രിസ്മസ് ഇവ ആഘോഷിച്ചു. ഓണാഘോഷം. ഐശ്വര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമായ തിരുവോണം നമ്മുടെ സെൻറ് ജോൺ നഴ്സറി സ്കൂളിലും സമുചിതമായി ആഘോഷിച്ചു. ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും ഈ വർഷത്തെ പ്രത്യേകതയായിരുന്നു. ക്രിസ്മസ് ആഘോഷം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്മസ് സമുചിതമായി ആഘോഷിച്ചു. മാതാപിതാക്കൾക്ക് ക്രിസ്മസ് കാർഡ്, ക്രിസ്മസ് സ്റ്റാർ ഇവയുടെ മത്സരങ്ങൾ നടത്തി. എല്ലാ മാതാപിതാക്കളും പങ്കെടുത്തു. എല്ലാ മാതാപിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. പങ്കെടുത്തതിൽ 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായവർക്ക് ഇന്നേ ദിനം സമ്മാനങ്ങൾ നൽകുന്നു. കൂടാതെ കുഞ്ഞുങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് കൈമാറുകയും ചെയ്തു. കേക്കും ഗിഫ്റ്റും കുഞ്ഞുങ്ങൾക്കും വളരെ സന്തോഷം നൽകി. ശിശുദിനം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആഘോഷിച്ചു. കുട്ടികൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞ് റാലിക്കായി അണിനിരന്നു. ഒപ്പം ഭാരതാംബ, ചാച്ചാജി തുടങ്ങിയ വിവിധ ഇനം വേഷവിധാനങ്ങൾ അണിഞ്ഞ് ശിശുദിന റാലി മനോഹരമാക്കി. കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകുകയും ചെയ്തു. നന്ദിയും സ്വാഗതവും. കഴിഞ്ഞ 3 വർഷം സെൻറ് ജോൺ നഴ്സറിയുടെ മാനേജറായ HM സിസ്റ്റർ ജെറിൻ സ്തുത്യർഹമായി സേവനം ചെയ്ത് പുതിയ കർമ്മരംഗത്തിലേക്ക് പോയി. സിസ്റ്റർ ജെറിൻ ജോസിന് നന്ദി. പുതിയതായി സെൻറ് ജോൺ നഴ്സറിയുടെ HM-ആയി കടന്നുവന്ന സിസ്റ്റർ ഷേഫി റോസിന് സ്വാഗതവും ആശംസിക്കുന്നു. സ്റ്റാഫ്. തങ്ങളുടെ കഴിവും സമയവും ഈ വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിനായി വ്യയം ചെയ്ത് ഇവിടെ സേവനം ചെയ്യുന്ന അധ്യാപികരായ ശ്രീമതി മിനി വിനോദ്, ബീന ജോഷി, നിമ്മി ലാലു, അനധ്യാപികയായ ശ്രീമതി ലിലി,
ഈ സ്ഥാപനത്തിന് നെടുംതൂണുകളാണ്. കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കുന്ന ബിജിയെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുകയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും അവർക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. നല്ല മനസ്സുകളുടെ സഹായഹസ്തങ്ങൾ എന്നും വിലയുള്ളതാണ്. ഇന്നത്തെ ഈ ദിവസത്തെ മനോഹരമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എല്ലാ മാതാപിതാക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം നഴ്സറിയുടെ ഏതാവശ്യത്തിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പാണാവള്ളി FCC സമൂഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. അനുഗ്രഹീതമായ ഈ സായം സന്ധ്യ അനുഗ്രഹപൂർണ്ണമാക്കാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട രാജു അവക്കാരനെയും അച്ഛനെയും, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ബോണി മരിയയെയും, മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി അച്ഛനെയും, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന സെൻറ്റ് അഗസ്റ്റിൻസ് ചർച്ച് ട്രസ്റ്റി ശ്രീ ജോർജ് പട്ടരുമടം, MAMLP സ്കൂൾ HM ധന്യ ടീച്ചർ, തൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ ദിവസത്തെ മനോഹരമാക്കുന്ന റവറൻ ഫാദർ ബിബിൻ കുരിശുതറ, ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന PTA പ്രസിഡന്റ് ശിവജി, വൈസ് ചെയർമാൻ ജോണിച്ചൻ പണിക്കശ്ശേരി, ട്രസ്റ്റി ശ്രീ ബേബി വേട്ടുന്തറ, ഞങ്ങളെ എന്നും ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തങ്ങളുടെ കഴിവുകൾ വേദിയിൽ പ്രകടമാക്കാൻ കൊതിയോടെ കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനും അംഗീകാരത്തിനുമായി ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. പാണാവള്ളി സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവകയെ നയിക്കുന്ന ഏവർക്കും പ്രിയങ്കരനും തൻ്റെ മികവുറ്റ പ്രവർത്തന പാഠവും കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ രാജു അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ല നമസ്കാരം. ബഹുമാനിയായ അധ്യക്ഷ റവറൻ സിസ്റ്റർ പവിത്ര ജോൺ, പ്രൊവിൻഷ്യൽ കൗൺസിലർ, ഏറ്റവും പ്രിയങ്കരനായ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി അച്ഛൻ, ഈ സ്കൂളിൻ്റെ മാനേജറും HM കൂടിയായ റവറൻ സിസ്റ്റർ ഷേഫി റോസ്, ഈ റിപ്പോർട്ട് അവതരണം മനോഹരമായി നടത്തിയ ശ്രീമതി മിനി വിനോദ്, പാണാവള്ളി സെൻറ്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയായ ശ്രീ ജോർജ് പട്ടരുമടം, ശ്രീ ബേബി വെട്ടുന്തറ, കുമാരി ജാൻവി ജോമി, MAMLP സ്കൂളിൻ്റെ HM ശ്രീമതി ധന്യ ബി ഷേണായി, PTA പ്രസിഡന്റ് ശ്രീ ശിവജി PR, എല്ലാവരും വെറുതെ ഇരിക്കുകയാണല്ലേ, ആരും ഉറങ്ങുകയൊന്നും ചെയ്യരുത്, വരുന്ന ഒരു മണിക്കൂർ നേരം കേട്ടിരിക്കേണ്ടതാണ് കേട്ടോ. ആദരണീയരായ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, ഈ സമൂഹത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെ ഭാഗമായ മറ്റ് ഇടങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ പ്രധാനാധ്യാപികയായിരുന്ന നമുക്കെല്ലാം പ്രിയങ്കരിയായ മദർ ജെറിൻ ജോസ്, പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റേജിൻ്റെ മുൻപിൽ സ്പീക്കറിന് തൊട്ട് മുൻപിലായിട്ട് നല്ല ഒരു പൂന്തോട്ടമുണ്ട്. ഈ സ്റ്റേജിന് മുൻപിൽ ഈ സ്പീക്കർ മുതൽ ഗേറ്റ് വരെ പടർന്നു കിടക്കുന്ന ഒരു ഗാർഡൻ ഏരിയയാണ്. അതിവിടെ നിന്ന് തുടങ്ങുമ്പോൾ നല്ല പഴുത്ത തക്കാളിയും പച്ച തക്കാളിയും ഉണ്ട്. ആരും പറിച്ച് എടുത്തേക്കരുത്, അത് പറയാൻ വേണ്ടി അല്ല ഞാൻ ഇത് പറഞ്ഞത്. പക്ഷേ ഈ ബഹുമാനപ്പെട്ട നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വം എത്രമാത്രം പെട്ടെന്ന് ഫലമണിയുന്നു എന്ന് വളരെ
നമുക്ക് കണ്ട് വിശ്വസിക്കാൻ പോകുന്ന ഒരു സംഭവമാണിത്. കാരണം കഴിഞ്ഞ 2 വർഷം ഞാനും പരമാവധി ശ്രമിച്ചു പള്ളിപ്പറമ്പിൽ 2 തക്കാളി ഉണ്ടാക്കാനായിട്ട്. ഒത്തിരി ബുദ്ധിമുട്ടി. 2 ദിവസം മാറി നിന്ന സാധനം കരിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ എത്രയോ സുന്ദരമായി, ഇത് കാണാൻ മാത്രമല്ല വളരെ രുചികരമായ തക്കാളിയാണെന്ന് എനിക്ക് 100% വിശ്വാസത്തോടെ പറയാം. കാരണം സിസ്റ്റേഴ്സ് ഉണ്ടില്ലെങ്കിലും അവരെന്നെ കൃത്യമായി ഊട്ടുന്നുണ്ട്. അപ്പം ഈ തക്കാളി ആ ചെടി പോലെ തന്നെയാണ്, ഈ സുന്ദരമായ പൂന്തോട്ടം പോലെയാണ്, ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന ഈ നല്ല അങ്കണം പോലെയാണ് ഈ സ്കൂളും ഈ സ്കൂളിൻ്റെ നല്ല നേതൃത്വവും അതിനോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന മാതാപിതാക്കളും നിങ്ങളെല്ലാവരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മദർ ഷേഫിയെയും ഒപ്പം പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനെയും ടീച്ചേഴ്സിനെയും ഈ കുട്ടികളെയും നമ്മുടെ നല്ല മാതാപിതാക്കളെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നല്ലൊരു റിപ്പോർട്ട് നമ്മൾ കേട്ടു. അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു കയ്യടി അവർക്കായി നൽകാം. നല്ലൊരു ഉറച്ച കൈ. സ്വാഗതം പറഞ്ഞപ്പോൾ ആരും കൈയടിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഒരിക്കലും നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത, നഷ്ടപ്പെടാൻ പറ്റാത്ത നിമിഷങ്ങളാണിത്. കാരണം ഈ മക്കൾ ഓരോരുത്തരും സ്റ്റേജിൽ വരുന്നത് നിങ്ങളെ കാണാനാണ്. അവരുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും അയൽക്കാരെയും നാട്ടുകാരെയും കാണാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ സമയത്തും അസമയത്തും ഒരുങ്ങുന്നതും അവരുടെ പേടി മാറ്റിവെച്ച് പ്രസംഗങ്ങളും പാട്ടുകളും ഡാൻസുകളും എല്ലാം പഠിച്ചെടുത്തതും അവർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും സ്റ്റേജിന് മുൻപിലുമായിട്ടിരിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യം വളരെ മഹനീയമാണ്, അത്യന്താപേക്ഷിതമാണ്. ഇത് ഇന്നത്തെ കലാപരിപാടികൾക്കിടയിൽ മാത്രമല്ല, മറിച്ച് ഈ മക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ നിങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. നിങ്ങളെ അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങളെ അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പാട്ട് പാടുമ്പോഴും നല്ല മാർക്ക് മേടിക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അവർ മുറ്റത്ത്, നിങ്ങളുടെ വീടിൻ്റെ തന്നെ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോഴും അവരായിരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ്. അത് എത്ര വർഷത്തേക്ക് എന്നതൊരു ചോദ്യമുണ്ട്. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ പിന്നെ നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കുന്ന ഒരു പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടാവും. എന്നാൽ ഇന്നത്തെ അവരുടെ പ്രായം വെച്ച്, ഇന്നത്തെ അവരുടെ ജീവിത ആ പ്രായം വെച്ച് നിങ്ങൾ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും സന്തത സഹചാരിയാണ്. മാതാപിതാക്കളും ഈ സ്കൂളും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ശാരീരികമായിട്ടോ അല്ലാതെയോ പല കാര്യങ്ങളിലൂടെ ഈ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ സന്നിഹിതരാണ്. നമ്മൾ പ്രത്യേകിച്ച് അമ്മച്ചിമാർ, ചേച്ചിമാർ, സഹോദരിമാർ, അല്ലെങ്കിൽ മക്കൾ, ചേട്ടന്മാർ, ചേച്ചിമാർ, നിങ്ങളൊന്ന് ചുമയ്ക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ചുമ ആരെങ്കിലും ഒന്ന് കേട്ടെങ്കിലെന്ന്, അല്ലേ? ഇല്ലേ? ആഗ്രഹിക്കുന്നില്ലേ? വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ചുമ, ഞാൻ ചുമയ്ക്കുമ്പോൾ ഈ ചുമ ആരെങ്കിലും ഒന്ന് കേട്ട് എന്നോടൊന്ന് എന്ത് പറ്റി, സുഖമില്ലേ എന്നൊന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷം. പലപ്പോഴും ഈ ദിവസങ്ങളിൽ ഒരു ചേട്ടനെ കണ്ടു. ചേട്ടൻ നിരന്തരമായ ചുമയാണ്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ചുമ ഇതൊരു മാറിയില്ലേ? ഇല്ല ചുമ 2 പ്രാവശ്യം വർഷത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇത് സനീഷ് അച്ഛൻ്റെ പ്രകാരത്തിലുള്ള തമാശകളാണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ചുമ വരുള്ളൂ. പക്ഷെ ഓരോ പ്രാവശ്യം വന്നാൽ 6 മാസം കഴിഞ്ഞിട്ടേ മാറുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ബോബി അച്ഛൻ പറഞ്ഞതാ. ഇതാണ് ഈ ചുമ നമുക്കൊക്കെയുണ്ട്. ഈ ചുമ മാത്രമല്ല, പല വിഷമസന്ധികളും നമുക്കുണ്ട്, പല പ്രശ്നഘട്ടങ്ങളും നമുക്കുണ്ട്. ഈ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും നമ്മൾ ചെലവഴിക്കുന്നത് ആരുടെയെങ്കിലൊക്കെ കൂട്ടായ്മയിലാണ്. അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കണമെന്നും അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നന്നായിട്ട് നിലനിർത്തണമെന്നും നമുക്ക് ആഗ്രഹമുണ്ട്. അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമെങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുമുതൽ ജീവിതത്തിൻ്റെ എല്ലാ പാഠങ്ങളും മാനുഷിക ബന്ധങ്ങളായിക്കോട്ടെ, സാമൂഹ്യ നിലനിൽപ്പായിക്കോട്ടെ, നമ്മുടെ പഠന ജീവിതമായിക്കോട്ടെ, അധ്യയന വർഷത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, പാഠ്യേതര കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മക്കളും നമ്മുടെ പാരൻസും ഈ മക്കളുമായി
നിരന്തരമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അവരുടെ വളർച്ചയുടെ എല്ലാ കാലഘട്ടങ്ങളിലും അവരെ സഹായിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നിങ്ങൾ സമയം മാറ്റിവെച്ച് വന്നതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെല്ലാം അവരോടൊപ്പം പ്രസൻ്റ് ആയിരിക്കണം, അവരോടൊപ്പം സന്നിഹിതരായിരിക്കണം. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് ഈ കുഞ്ഞിൻ്റെ, ഇത് പല ആവർത്തി പല പ്രസംഗങ്ങളിലൊക്കെ നിങ്ങളൊക്കെ കേട്ടതാണ്, നമ്മളൊക്കെ കേൾക്കുന്നതാണ്. ഈ കുഞ്ഞിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായി വർത്തിക്കുന്നത് മൊബൈലാണ്, അല്ലേ? കമന്ന് കിടക്കാൻ പഠിക്കാത്ത ഒരു കുഞ്ഞിനെ പോലും അവന് സഹചാരിയായി നമ്മൾ കൊടുക്കുന്നത് മൊബൈലാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളൊക്കെ കേട്ടു വളർന്ന ആ രാരീരം പാട്ടുകളൊന്നും ഇന്നത്തെ മാതാപിതാക്കൾ പാടിയാൽ അങ്ങോട്ട് ഏശുന്നില്ല, അല്ലേ? രാരീരം പാട്ടുകൾ മാത്രമല്ല, ലാലാലാല പാട്ടുകൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ പല കാര്യങ്ങളും ഈ മക്കളെ ഏശുന്നില്ല. കാരണം എന്താ? നമ്മൾ മാനസികമായിട്ട് ഈ മക്കളായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല, ഒരു കണക്ഷൻ വന്നിട്ടില്ല. അവർ ശാരീരികമായിട്ട് നിങ്ങളുടെ മക്കളാണ്, നിങ്ങളവരെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്, വളരെ നെഞ്ചോട്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് ആ കുഞ്ഞിനെ കേൾക്കാം, അത്രയേറെ കുഞ്ഞിനെ ചേർത്ത് വെക്കുന്നതാണ് നിങ്ങൾ, അല്ലേ? ഓരോ അമ്മയും കുഞ്ഞിനെ ചേർത്ത് വെക്കുന്നതാണ്. എന്നാൽ ഈ കുഞ്ഞ് വളരും തോറും, ഈ വളർച്ചയുടെ ഓരോ ദിവസം കടന്നു പോകും തോറും ഈ കൊച്ചുമായിട്ട് നമ്മളോ അല്ലെങ്കിൽ നമ്മൾ ഈ മക്കളായിട്ടോ ഒരു അകൽച്ച വന്നു പോകുന്നു. അവിടെ ഒരു ഡിസ്കണക്റ്റഡ്നെസ് വരുന്നു, ഒരു ബന്ധം ഇല്ലായ്മ അവിടെ വളർന്നു വരുന്നു. അതുകൊണ്ടാണ് ഈ കുഞ്ഞിന് താല്പര്യം മൊബൈലിലെ പാട്ടുകളാണ്. ഈ കുഞ്ഞിന് താല്പര്യം ഈ അമ്മയോടും അപ്പനോടും അല്ലെങ്കിൽ സഹോദരങ്ങളോടും ഒപ്പം കളിക്കുന്നതിലും കൂടുതൽ മൊബൈലിൽ കളിക്കുന്ന കുഞ്ഞിന് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി എന്താ? ഈ സാൻജോ സ്കൂളിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ഈ സാൻജോ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ചേർന്ന് നമ്മൾ ഈ മക്കളായിട്ട് നന്നായിട്ട് കണക്റ്റഡ് ആവുക, കണക്ഷൻ കാത്തു സൂക്ഷിക്കുക എന്നതാണ് വലിയ ഉത്തരവാദിത്വം. അതിനു വേണ്ടിയിട്ട് അവൻ്റെ ഭാഷ മനസ്സിലാവണം, അവൻ്റെ ചേഷ്ടകൾ മനസ്സിലാവണം, അവൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാവണം, അവൻ്റെയും അവളുടെയും നോട്ടത്തിൻ്റെ ഓരോ വശങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഒരു നല്ല കണക്ഷൻ. ഈശോയുടെ ഭാഷ, ഞാനൊരു കത്തോലിക്ക പുരോഹിതനും ഇടവക വൈദികനും ഈ ഇടവക വികാരിയും കൂടിയാണ്. ഈശോയുടെ ഭാഷ സുവിശേഷത്തിൻ്റെ ഭാഷയായിരുന്നു. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു, സാരമില്ല മോനെ. ഇതാണ് ഈശോയുടെ സൗഖ്യത്തിൻ്റെ ഭാഷ, ഇതാണ് ഈശോയുടെ ഭാഷ. ഒരപ്പച്ചൻ്റെ ഭാഷ എന്തായിരിക്കണം? ഒരപ്പച്ചൻ്റെ ഭാഷ ഒരു കുടുംബത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനും എല്ലാവരെയും മനസ്സിലാക്കാനും എല്ലാവരുടെയും ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ഇടപഴകാനും അപ്പൻ്റെ ഭാഷ അതായിരിക്കണം. അമ്മയുടെ ഭാഷ എന്തായിരിക്കണം? സാരമില്ല, പോട്ടെ, അപ്പച്ചനോട് ഞാൻ പറഞ്ഞോളാം, അല്ലേ? അതൊക്കെയല്ലേ നമ്മൾ കേട്ട് വളർന്ന ഭാഷ. അമ്മച്ചിയുടെ ഭാഷ, ഞാൻ പറഞ്ഞോളാം അപ്പച്ചനോട്. പ്രോഗ്രസ് കാർഡിൽ മാർക്കില്ലെങ്കിലും സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കാമല്ലോ, ഞാൻ അപ്പച്ചനോട് പറഞ്ഞോളാം. അമ്മച്ചിയുടെ ഭാഷ അനുകമ്പയുടേതാണ്, സ്നേഹത്തിൻ്റെതാണ്, കരുണയുടേതാണ്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഇങ്ങനെയൊരു ഭാഷയുണ്ട്. വൈദികനായ എനിക്കും സിസ്റ്ററായ സിസ്റ്റർ ബോണിക്കും ഒരു അപ്പച്ചനായ ജോർജ് ഏട്ടനും നിങ്ങൾക്കെല്ലാവർക്കും അമ്മച്ചിമാർക്കും എല്ലാവർക്കും അവരവരുടേതായൊരു ഭാഷയുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ വാർഷിക ദിനാചരണത്തിൽ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, മക്കൾക്ക് മനസ്സിലാകുന്ന മക്കളുമായിട്ട് ആ കണക്ഷൻ നിരന്തരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭാഷ ഓരോ അപ്പച്ചനും ഡെവലപ്പ് ചെയ്യുക, ഓരോ അമ്മച്ചിയും ഡെവലപ്പ് ചെയ്യുക, ഓരോ സഹോദരനും സഹോദരിയും ഡെവലപ്പ് ചെയ്യുക, മക്കളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്. അതാണ് സിസ്റ്റർ ഷേഫിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അവർ നട്ട തക്കാളി തൈ നല്ല രസമായിട്ട് തക്കാളിയായിട്ട് ഇപ്പോഴും ഉണ്ട്. അവർ നട്ട പൂക്കൾ നന്നായിട്ട് ഫലം കായ്ക്കുന്നുണ്ട്. അവർ മാനേജ് ചെയ്യുന്ന ഈ സംഗതികൾ എല്ലാം വളരെ സുന്ദരമായിരിക്കുന്നു. കാരണം അനുദിനം ഞാനിത് കാണുന്നതാണ്. ഈ സിസ്റ്റേഴ്സിൻ്റെയും ഒപ്പം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ അനുദിനം കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടെ എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ ഈ മക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത് സുരക്ഷിതമായ കൈകളിലാണ്. ആ കൈകളിൽ അവർ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഇനി നിങ്ങൾ കൂടെ എല്ലാ മാതാപിതാക്കളും എല്ലാവരും ഈ മക്കളുമായിട്ട് കണക്ഷൻ സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് ഒത്തിരിയേറെ പ്രേരണ നൽകുന്ന നല്ലൊരു ദിനമാകട്ടെ നമുക്ക് ഈ ദിനം സമ്മാനിക്കുക. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും പാരൻസിനും
സ്റ്റുഡൻസിന് എല്ലാവർക്കും, മക്കൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ കാര്യപരിപാടികൾ കലാവിരുന്ന് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. ജ്യോതിർഗമയ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അഹാൻ രഞ്ജിത്ത്. സെക്കൻഡ് പ്രൈസ് നോബ് മാരിയോ സേവിയർ. LKG ഫസ്റ്റ് ഗൗരി ലക്ഷ്മി. സെക്കൻഡ് ശിവലക്ഷ്മി പ്രദീപ്. കുഞ്ഞുമക്കളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നല്ലപോലെ കൈയടിച്ചു കൊടുക്കാം. UKG ഫസ്റ്റ് അദ്വിക് കൃഷ്ണൻ ബി. സെക്കൻഡ് ആദിക് പ്രതീഷ്. താങ്ക് യു അച്ഛ. ആതിര ശുശ്രൂഷ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ ബോണി മരിയ, പെരുമ്പാവൂർ സാൻജോ ഹോസ്പിറ്റലിൻ്റെയും പള്ളിപ്പുറം സാന്തോ ഹോസ്പിറ്റലിൻ്റെയും അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സിസ്റ്റർ ഇപ്പോൾ പ്രൊവിൻഷ്യൽ കൗൺസിലറായി സഭയുടെ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ബോണി മരിയയെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട രാജു അച്ഛ, പീറ്റർ അച്ഛ, ധന്യ മാഡം, ജോർജ് ഏട്ട, ശിവജി, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, 58ാമത് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സാൻജോ നഴ്സറി സ്കൂളിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ രാജുവച്ചൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് തോട്ടത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങോട്ട് പിടിക്കാമെന്ന് ഞാനും വിചാരിച്ചു. തോട്ടത്തിലെ ഒരു മൂലയിൽ ഒരു കുഞ്ഞു വിത്ത് പൊട്ടി വിടർന്ന് നാമ്പെടുത്ത് ചുറ്റും നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളെ താഴെ നിന്നും വലിയവരെ നോക്കുമ്പോൾ എന്തോ ഭീമാകാരമായ മനുഷ്യർ നമ്മൾ നിൽക്കുന്നത് തോന്നുന്നത് പോലെ ആ കുഞ്ഞു വിത്ത് മുളച്ചു വന്നതിനും തോന്നി. ചുറ്റുപാട് നിൽക്കുന്നത് വളരെ വലിയ വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, എല്ലാറ്റിലും പൂവുണ്ട്, എല്ലാറ്റിലും കായുണ്ട്. എനിക്കും ഇങ്ങനെ വളരാനാകുമോ എന്ന ഒരു ശങ്കയോടുകൂടി 2-3 ദിവസങ്ങൾ രാവും പകലും ചിലവഴിച്ചപ്പോൾ ഇതിൻ്റെ സങ്കടം കണ്ട് സൂര്യൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ വിഷമിക്കണ്ട, നിനക്ക് ആവശ്യമായ വെളിച്ചവും നിനക്ക് ആവശ്യമായ ചൂടും ഞാൻ നൽകാം.
ഒരു ഓഫർ കിട്ടിയപ്പോൾ ഉടനെ തന്നെ മഴ വന്നു പറഞ്ഞു, നിനക്ക് ആവശ്യമായ കാറ്റും നിന്റെ വേര് നന്നായി ഇറങ്ങുമ്പോൾ അത്യാവശ്യത്തിന് ഭക്ഷണമെല്ലാം കിട്ടാൻ വേണ്ട, വേരിറക്കം കിട്ടാൻ വേണ്ട ജലവും ഞാൻ നിനക്ക് തരാം. ഇത് കേട്ട് ഭൂമി പറഞ്ഞു, സൂര്യനും മഴയും നിനക്ക് തരുമെങ്കിൽ നിന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞാനും ഏറ്റെടുക്കാമെന്ന്. അങ്ങനെ ആ കൊച്ചു സസ്യം, ആ കൊച്ചു വിത്ത് വളർന്നത് വലുതായി, പൂവിട്ടു, കായയായി, എല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെയുള്ള ഓരോ കുഞ്ഞുങ്ങളും, ഇങ്ങനെയുള്ള ഓരോ നാമ്പുകൾ എടുക്കുന്ന വിത്തുകളുമാണ് നമ്മുടെ ഈ നഴ്സറിയിൽ വരുന്ന ഓരോ കുട്ടികളും. ഇവിടെ സൂര്യൻ്റെ റോൾ അഭിനയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഷേഫിറോസ്, പ്രിയപ്പെട്ട അധ്യാപകർ, ഇവരെല്ലാവരുമാണ്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ പെൻസിൽ പിടിക്കാൻ, അവൻ്റെ കാലുകളെ ഡാൻസ് കളിക്കാൻ, അവൻ്റെ ബുദ്ധിയെ സ്വപ്നം കാണാൻ, അവൻ്റെ മനസ്സിനെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ചിന്തിക്കാൻ പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ ഈ ഓരോ അധ്യാപകരാണ്. അതുപോലെ തന്നെ മഴയായി വരുന്നത് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. അവിടെയാണ് ഇവൻ പങ്കുവയ്ക്കാനും സ്നേഹിക്കാനും സഹകരിക്കാനും അധ്വാനിക്കാനും ബുദ്ധിമുട്ടുകളിൽ പങ്കുവയ്ക്കാനും എല്ലാം പഠിക്കുന്നത്. ഒപ്പം തന്നെ ഭൂമിയായി നിൽക്കുന്നത് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പനും അമ്മയും സഹോദരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ആവശ്യമായ സംരക്ഷണവും സ്നേഹവും എല്ലാം ഓരോ കുട്ടിക്കും ലഭിക്കുക. ഈ കുട്ടിയെ വിലപ്പെട്ടതായി കാണാൻ, വിലപ്പെട്ടതായി കണ്ട് അഭിനന്ദിക്കാൻ, സഹായിക്കാൻ, സ്നേഹിക്കാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. ഞാൻ നിങ്ങളോടൊരു കൊച്ചു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന 3 പേരുടെ പേര് നിങ്ങളൊന്ന് ഓർത്തേ. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 3 പേരുടെ പേര് ഓർത്തോ? അതിനകത്ത് സ്വന്തം പേര് ആരെങ്കിലും ഓർത്തതോ? ആരും ഓർത്തില്ല. എന്തേ സ്വന്തം പേര് ഓർക്കാഞ്ഞേ? ഒട്ടും സ്നേഹിക്കുന്നില്ലേ? തന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ലേ? ബൈബിളിൽ പറയുന്നുണ്ട്, എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ പറയുന്നത്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന്. ഒപ്പം തന്നെ മറ്റൊരു വചനം പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന്. ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ ഒട്ടും അഹങ്കാരമല്ല, ഒട്ടും സ്വാർത്ഥതയല്ല, ഒട്ടും എൻ്റെ ഈഗോയല്ല, മറിച്ച് എന്നെ തന്നെ ഞാൻ ബഹുമാനിക്കുന്നതിൻ്റെയും എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെയും എന്നെ തന്നെ ഞാൻ അംഗീകരിക്കുന്നതിൻ്റെയും ഒരു പ്രകാശനമാണ്. നമ്മുടെ കുട്ടികൾ വളരേണ്ടത്, കാരണം ഇപ്പോഴത്തെ കാലം നമുക്കറിയാം, ജെൻസി കഴിഞ്ഞ് ഇപ്പോൾ ജെൻസ് ആൽഫയായി, ജനറേഷൻ ആൽഫയായി. നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിലൊന്നുമല്ല. നമ്മളിൽ പലരും പല കാലഘട്ടങ്ങൾക്ക് പുറകിലുള്ളവരാണ്. പക്ഷെ നമ്മുടെ കുട്ടികളുടെ ഒരു വിവരവും വിദ്യാഭ്യാസവും അവരുടെ ചിന്താഗതികളും വെച്ച് നോക്കുമ്പോൾ അവരെ നാം കൂടുതൽ അവരെ ആയിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, അവരെ സ്വയം മനസ്സിലാക്കാൻ. അവർക്ക് ദുർബലതകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം, ബലഹീനതകളുണ്ടാകാം, ഇന്നത്തെ കാലത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാകാം. പക്ഷേ എന്തായിരുന്നാലും ഈ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഈ കുട്ടിയെ വളർത്താൻ, ഈ കുട്ടിക്ക് ആവശ്യമായ പോഷണം നൽകാൻ, ബുദ്ധിപരമായും മാനസികമായും ശാരീരികമായും ആത്മീയമായും അവനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും നാം പഠിക്കുന്നിടത്ത് മാത്രമേ ഇനിയുള്ള ഒരു തലമുറയെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉൾപ്പെടുത്താൻ, നമ്മോട് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കൂ എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാൻ, നാം ആയിരിക്കുന്ന വിധത്തിൽ നമ്മെ തന്നെ അംഗീകരിക്കാൻ, നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ തന്നെ തോളിൽ തട്ടിയിട്ട് ഓക്കെ നന്നായി ചെയ്തു, നീ നല്ലതാണ് എന്ന് പറയാൻ നമ്മുടെ കുട്ടികൾ പഠിക്കണം. ആ ഒരു സമൂഹം ഉണ്ടാകുവാൻ നമ്മുടെ ഈ ഒരു സ്കൂള്, നമ്മുടെ ഈ ഒരു നഴ്സറി അതിന് ഒരു ഉപാധിയായി മാറുവാൻ ഇവിടെയുള്ള ഓരോ കുട്ടികളും, ഇവിടെ കടന്നു വരുന്ന ഓരോ കുട്ടികളും അവർ സ്വന്തം കാലിൽ നിൽക്കുന്നവരാകാൻ, മറ്റുള്ളവരെ പൂർണ്ണമായി ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്ന് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുവാനുള്ളൊരു ധൈര്യവും ധീരതയും ശക്തിയും ബോധ്യങ്ങളുമുള്ള കുട്ടികളായി വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ അതേ രീതിയിൽ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥമായ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും എല്ലാം കാണുകയും ഇത് കണ്ടു വളരുന്ന ഒരു കുട്ടികളായിട്ട് നമ്മുടെ മക്കളെ മാറ്റാനും നമുക്ക് പറ്റുകയുള്ളൂ.
കുടുംബങ്ങളാണ് ഒന്നാമത്തെ വിദ്യാലയമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾ നല്ല കാര്യങ്ങൾ കണ്ടു വളരാൻ മാതാപിതാക്കളായി നമുക്ക് മാതൃകകളാകാം. ഒപ്പം തന്നെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാകുമല്ലോ. ഒരു കുടുംബത്തിൻ്റെ കെട്ടുറുപ്പിൽ നമ്മുടെ മക്കൾ വളരാനായി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിലൊരു പ്രതിജ്ഞ എടുക്കാം. ഈ ഒരു വാർഷികം ഇങ്ങനെ നടക്കുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കൂടി നിൽക്കുന്നത്. ആ ഒരു അവസരത്തിലാണ് നമ്മുടെ കുട്ടികളുടെ കലാവിരുന്നുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലേക്ക് അവരെ തിരിച്ചുവിടാൻ പറ്റും എന്നതിൻ്റെ ഒരു ചെറിയ അംശം നമുക്ക് പിടികിട്ടുന്നത് ഈ സമയത്താണ്. ഇങ്ങനെയുള്ള അവസരങ്ങളെ കൂടുതൽ വിലയുള്ളതാക്കാൻ, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം തന്നെ സ്കൂളിനും ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷെയ്ഫിക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു. അടുത്തതായി അമേയ ടാലൻറ്റ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ സമ്മാന വിതരണമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഹിമ ഗൗരി, ഗൗരി, സെവൻത് റാങ്ക് അദ്വിക ശിരീഷ്, വിജു, എയ്ത്ത് റാങ്ക് അക്ഷിത അഖിൽനാഥ്, ദീപ്ത ഡി രാജീവ്, താങ്ക് യു സിസ്റ്റർ. ഉളവയ്പ് വല്യാറ പള്ളിയിലെ വികാരിയും എന്ത് കാര്യത്തിനും നമ്മോട് ചേർന്ന് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് റവറൻഡ് ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി. അച്ഛനെ ഏറെ ബഹുമാനത്തോടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട രാജിവെച്ച ഏറ്റവും സ്നേഹമുള്ള സിസ്റ്റർ ബോണി, ധന്യ ടീച്ചർ, ശിവജി, പാണാവള്ളിപ്പള്ളിയുടെ ട്രസ്റ്റി ആയിട്ടുള്ള ജോർജ് ഏട്ട, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, മാതാപിതാക്കളോട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു പക്ഷെ പറയുക മക്കൾ വളർന്നു വരുന്നത് കാണുന്നതാണ്. അവരോട് തന്നെ എന്താണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മക്കൾ വളർന്നു വരുന്നു എന്നുള്ളതാണ്. മക്കൾ വളർന്നു വരുമ്പോൾ അത് സന്തോഷമാണ്. പക്ഷേ മക്കൾ വളരുമ്പോൾ
അവരെന്നും കുഞ്ഞായി തന്നെ ഇരുന്നെങ്കിലെന്ന് ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കാരണം ചെറുപ്പത്തിലെ അവരുടെ കളിയും ചിരിയും അവരുടെ വർത്തമാനങ്ങളും അവരുടെ കൊച്ചു കൊച്ചു കുസൃതികളുമൊക്കെ അത് ഹൃദയത്തിലെന്നും നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ്. പലപ്പോഴും മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ കുട്ടിത്വം വിട്ട് മാറുന്നതും ഇനിയും അവർ വളരുന്ന സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഉള്ളിൽ ആശങ്ക ഉളവാക്കുന്നതായിട്ട് ചിലപ്പോഴൊക്കെ മതദോക്കന്മാർക്ക് മാറാറുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് അപകട സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിൽ മക്കൾ വളർന്നു വരുമ്പോൾ അവർ വളരുന്നു എന്നുള്ളതും ഉള്ളിൽ ചെറിയൊരു ആശങ്കയാണ്, വേദനയാണ്. സുവിശേഷത്തിൽ ഈശോ എങ്ങനെ വളർന്നുവെന്ന് സുവിശേഷം എഴുതിയ ലൂക്ക എഴുതി വയ്ക്കുന്നുണ്ട്. ലൂക്ക സുവിശേഷകൻ എഴുതുന്നത് ഈ രീതിയിലാണ്: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നമ്മുടെ മക്കളും വളർന്നു വരേണ്ടത് ഈ ഒരു ജ്ഞാനത്തിലാണ്, പ്രായത്തിലാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട രീതിയിലാണ്. ആ രീതിയിൽ വളരാനായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനത്തിൻ്റെ തലങ്ങൾ ഇന്ന് അത്ര അപരിചിതമായിട്ടുള്ള ഒന്നല്ല. കാരണം സ്കൂളുകളില്ലെങ്കിൽ തന്നെ ജ്ഞാനത്തിൻ്റെ തലത്തിൽ വളരാനായിട്ട് ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടും ഓരോരോ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ടും ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ ഒത്തിരി കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ അറിവിൻ്റെ തലത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം കുഞ്ഞുങ്ങൾക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. അറിവും ജ്ഞാനവും ഒന്നല്ല. അറിവും ജ്ഞാനവും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും അറിവിനെ ജ്ഞാനമെന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മുടെയൊക്കെ മനോഭാവങ്ങളുണ്ട്. ജ്ഞാനം കുറെ കൂടിയൊക്കെ ദൈവികമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന അറിവാണ്. അറിവിൻ്റെ തലങ്ങൾ കുഞ്ഞുങ്ങൾ സ്വന്തമാക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ജ്ഞാനത്തിൻ്റെ തലങ്ങൾ സ്വന്തമാക്കാനായിട്ട് കുട്ടികളെ സഹായിക്കാനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ കുട്ടികൾ സ്വന്തമാക്കുന്ന അറിവുകൾ ആത്യന്തികമായിട്ട് നന്മയിലേക്ക് നയിക്കാത്ത അനുഭവങ്ങളായിട്ട് ചിലപ്പോഴൊക്കെ മാറിപ്പോകും. കുഞ്ഞുങ്ങൾ പ്രായത്തിൽ വളരുമ്പോൾ അതിനും നമ്മളെല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാറുണ്ട്. അവർക്ക് ഏറ്റവും നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളും ബാക്കിയുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ നൽകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ജ്ഞാനത്തിൻ്റെ തലവും നമ്മൾ പ്രത്യേകമായിട്ട് നിർത്തേണ്ടതും പ്രതിഷ്ഠിക്കേണ്ടതും. അങ്ങനെ അറിവിലും ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുമ്പോൾ ആത്യന്തികമായിട്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട്, മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരായിട്ട് നമ്മുടെ മക്കളൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ അവർ രൂപാന്തരപ്പെട്ടുകൊള്ളും. തീർച്ചയായിട്ടും ഈ സാൻജോ നഴ്സറി ഈ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 58 വർഷങ്ങൾ സാൻജോ നഴ്സറി ഈ നാടിനെ, ഈ ദേശത്തെ നന്മയുടെ പാതയിൽ രൂപപ്പെടുത്തുകയാണ്. നമ്മളിന്ന് 58ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ
മുന്നോട്ടുള്ള കാലഘട്ടവും പ്രത്യേകിച്ച് ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ വെല്ലുവിളികൾ കടന്നു വരുന്ന കുറേയൊക്കെ നമ്മുടെ ഭാഷയിൽ ടോക്സിക് ആയിട്ടുള്ള സാഹചര്യത്തിൽ അതിൻ്റെ മധ്യത്തിൽ നന്മയുടെ തലങ്ങൾ, അറിവിൻ്റെ തലങ്ങൾ, വിജ്ഞാനത്തിൻ്റെ തലങ്ങൾ, മനുഷ്യർക്ക് ദൈവത്തിന് പ്രിയപ്പെട്ട രീതിയിൽ മക്കളൊക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് സ്കൂളിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് നമ്മുടെ കുടുംബങ്ങളും ഈ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മുടെ മക്കളെ അവർ വളർന്നു വരുമ്പോൾ സന്തോഷിക്കുന്ന, അവർ വളർന്നു വരുമ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കുന്ന നന്മയുടെ മക്കളായിട്ട് മാറുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന തലത്തിൽ നമ്മുടെ മക്കളെ വളർത്താനൊക്കെ വേണ്ട വലിയ അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് ഏറ്റവും പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഗസ്റ്റിൻ. സായ തെരേസ. അമയ മനോജ്. ആദി പ്രതീഷ്. സലു. താങ്ക് യു അച്ഛ. നമ്മുടെ മക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ട്രസ്റ്റി ജോർജ് ചേട്ടനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ റവറൻഡ് സിസ്റ്റർ പവിത്ര ജോൺ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സ്നേഹ ബഹുമാനപ്പെട്ട സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിൻ്റെ വികാരി രാജു ആവുക്കാരനച്ച, റവറൻഡ് ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടച്ച, MAM-LP സ്കൂളിൻ്റെ HM ധന്യ ടീച്ചർ, ഈ നഴ്സറി സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശിവജി PR, എൻ്റെ കൂട്ടുകൈക്കാരൻ ബേബി, ഇവിടുത്തെ അധ്യാപകരെ, മാതാപിതാക്കളെ, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, ഇന്ന് ഈ സ്കൂളിൻ്റെ വാർഷികമാണ്. വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ വാർഷികത്തിനൊരു അർത്ഥമുണ്ട്. വാർഷിക പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ പഠിച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തി എഴുതുന്നതാണ് വാർഷിക പരീക്ഷ എന്ന് പറഞ്ഞതുപോലെ ഈ വാർഷികം നമ്മൾ സ്കൂളിൻ്റെ അല്ലെങ്കിൽ നഴ്സറിയുടെ ആരംഭത്തിൽ തൊട്ട് വാർഷികം എത്ര ഭംഗിയാക്കണം
വാർഷികത്തിന് എത്രമാത്രം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ആ അന്ന് മുതലുള്ള ആ നമ്മുടെ ചിന്ത, അതാണ് ഇന്നിവിടെ കാണുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും ഈ സദസ്സിലിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ടവരും ഇത് ആസ്വദിക്കാനാണ് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പൊടിക്കുഞ്ഞുങ്ങളാണ് ഈ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നത്. LKG UKG ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങളാണ്. സത്യത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല. മാതാപിതാക്കൾ കാണിക്കുന്നതും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ചെയ്യുന്നതുമാണ് അവർ കണ്ടു പഠിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ 24 മണിക്കൂറിൽ ഏതാണ്ട് 17-18 മണിക്കൂർ നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ വീടുകളിൽ കാണിക്കുന്ന ഓരോ ചേഷ്ടകളും ഓരോ പ്രവൃത്തികളും ഈ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുകയാണ്. കാരണം നമ്മുടെ മുതിർന്ന ആൾക്കാരെക്കാൾ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് കണ്ട് പ്രാക്ടീസാക്കുവാൻ അവർക്ക് സാധിക്കും. നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും പിറ്റേ ദിവസം തന്നെ അവർ കാണിക്കും. യഥാർത്ഥത്തിൽ സത്യത്തിൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അധ്യാപകർ രക്ഷകർത്താക്കളും അവരുടെ സഹോദരങ്ങളുമാണ് ആദ്യം. അതിനുശേഷം മാത്രമേ സ്കൂളിലെ അധ്യാപകരുള്ളൂ. 6-7 മണിക്കൂർ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ആ കുഞ്ഞുങ്ങളെ എത്രമാത്രം പഠിപ്പിച്ച് വിവേകമതികളാക്കാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ രക്ഷകർത്താക്കൾ സഹോദരങ്ങൾ അതിനെ പഠിപ്പിച്ചില്ലെങ്കിൽ ആ കുഞ്ഞ് നല്ല രീതിയിൽ ഉന്നമനത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളാണ് നിശ്ചയിക്കുന്നത് ഏത് വിധത്തിൽ എങ്ങനെയാക്കണമെന്ന്. അതുങ്ങളെ പഠിപ്പിച്ച് ഏത് ഉന്നമതിയിൽ എത്തിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഒരു ചിന്തയുണ്ടായിരിക്കണം. പക്ഷേ തെറ്റിപ്പോകുന്നതും വഴിതെറ്റുന്നതുമായ കുഞ്ഞുങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഏത് സാഹചര്യത്തിൽ അവർക്ക് ആ വഴി തെറ്റിപ്പോകാൻ അവസരമുണ്ടായി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളാണ് അതിന് ഉത്തരവാദി. ഒരു കുഞ്ഞ് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അതിൻ്റെ രക്ഷിതാക്കൾക്കാണ്. കാരണം ആ കുഞ്ഞിനെ നേർവഴിയിൽ നടത്തുവാനും നേർവഴിയിൽ കൊണ്ടുപോകാനും മാതാപിതാക്കൾ ശ്രദ്ധിച്ചില്ല എന്നാണ് അതിന് പൂർണ്ണമായ കാരണം ഇന്ന് മക്കൾ 1-2 ഉള്ളൂ. നേരത്തെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ വീടുകളിലും 10, 8, 7 മക്കളുണ്ടായിരുന്നു. ഇന്ന് ഒരു കുഞ്ഞ് അല്ലെ 2 കുഞ്ഞ്. ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണ്, പോകാൻ പറയുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോവുകയാണ്. അത് വളർന്ന് ഏത് രീതിയിൽ എത്തിച്ചേരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് നമ്മൾ ചിന്തിക്കണം. ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക തന്നെ വേണം. അതിനെ മടി കാണിക്കുകയും അത് കുഞ്ഞാണ്, അത് തെറ്റിയാൽ സാരമില്ല എന്ന് പറയുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഇന്ന് കൂടുതലാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം, ഏത് രീതിയിലായിരിക്കണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ എത്താനും നല്ലൊരു ജോലിക്കാരനാക്കാനും സർക്കാർ ഉദ്യോഗം മേടിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ എത്രയോ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകളും എത്രയോ ജോലികളുമുണ്ട്. അവിടേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോർജേട്ട. നമ്മുടെ കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിനായി ജോർജേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു.
മുഹമ്മദ് അമാൻ, ഋത്വിക് പി ആർ, മുഹമ്മദ് അമാൻ, താങ്ക് യു ജോർജ് ചേട്ടാ. പാണാവള്ളിയിൽ ശിരസ്സുയർത്തി നിൽക്കുന്ന വിദ്യാലയം ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്ത് നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത വിദ്യാലയം സാൻജോയുടെ സഹോദര സ്ഥാപനമായ MAMLP സ്കൂൾ. സ്കൂളിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന HM ശ്രീമതി ധന്യ ടീച്ചറിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദ അലങ്കരിക്കുന്ന റവറൻഡ് സിസ്റ്റർ ബോണി സിസ്റ്റർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് വികാരിയും MAMLP സ്കൂളിൻ്റെ മാനേജരുമായ രാജു അബൂക്കാരൻ അച്ഛൻ, ഉളവയ്പ് വല്യാറ പള്ളിയുടെ വികാരിയായ പീറ്റർ അച്ഛൻ, സെൻറ്റ് അഗസ്റ്റിൻ ട്രസ്റ്റി ശ്രീ ജോർജ് പട്ടർമഠം, PTA പ്രസിഡൻ്റായ ശ്രീ ശിവജി, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ രക്ഷകർത്താക്കളെ, കുഞ്ഞുമക്കളെ, എല്ലാവരും കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണെന്നറിയാം. ഒത്തിരി പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. പാണാവള്ളി സാൻജോയ് നഴ്സറിയുടെ 58ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യമായി വാർഷികാഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. 58 വർഷക്കാലമായി പാണാവള്ളിയും പരിസര പ്രദേശങ്ങളിലെയും കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമാണ് സാൻജോയ് നഴ്സറി. ഇവിടെ കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ കലാപരമായ കഴിവുകളും ഒപ്പം ഉയർന്ന മൂല്യബോധവും കുട്ടികൾക്ക് നൽകുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇവിടുത്തെ അവതാരിക പറഞ്ഞതുപോലെ തന്നെ സാൻജോയ് നഴ്സറിയും MAMLP സ്കൂളും സഹോദര സ്ഥാപനങ്ങൾ പോലെയാണ്. തുടർ പഠനത്തിനായി ഇവിടുത്തെ മക്കൾ ഭൂരിഭാഗം പേരും MAMLP സ്കൂളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പരിശീലനം ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ധന്യ ടീച്ചർ. അമേയ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ വിന്നേഴ്സ് ഡിസ്റ്റിങ്ഷൻ അർഹരായ കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിനായി ധന്യ ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജാൻവി മറിയം ജോമി, ജുവാൻ ക്രിസ്റ്റീൻ, വൈഭവ് കിരൺ, വർഗീസ് ബെൻ, മുഹമ്മദ് അഫ്വാൻ, അദ്വൈത് ശ്രീരാജ്, നിഹ മരിയ, നിതിൻ ദാസ്,
ടീച്ചർ. ആശംസകൾ പറയുന്നതിനായി ഒരു കൊച്ചുമിടുക്കി കുമാരി ജാൻവി ജോമിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സൗസിന് വന്ദനം. എൻ്റെ പേര് ജാൻവി ജോമി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ സ്കൂളിനെ കുറിച്ചാണ്. സെൻറ് ജോൺ നഴ്സറിയുടെ 58ാമത്തെ വാർഷികമാണല്ലോ. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. ഇത് നമുക്ക് സന്തോഷിക്കാം. അതെ, എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാണല്ലോ. എല്ലാവരുടെയും മുഖത്ത് എന്ത് സന്തോഷം! പുല്ലും പൂവും മരങ്ങളും നിറഞ്ഞ് സെൻറ് ജോൺ നഴ്സറി 3 വർഷക്കാലം എനിക്ക് പഠിക്കാനും കളിക്കാനും കൂട്ടുകൂടാനും സാധിച്ചു. അറിവിൻ്റെ വഴി തുറന്ന് ഈ സ്കൂളിൽ ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയാണ്ടിരിക്കും. ഇവിടുത്തെ ടീച്ചർമാർ, കൂട്ടുകാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു മോളെ. ഒരു നല്ല കയ്യടി കൊടുത്ത് മോളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അടുത്തതായി ഒരു ചെറിയൊരു ആശംസ കേൾക്കാം. വേദിയിൽ സെയ്ദൻ മാത്യു. Good evening, everyone. My name is Satan. I am very happy to be here today for our annual day celebration. First, I thank God for this beautiful day and for all the people who love us. I want to thank our principal and all our teachers. You teachers help us and take care of us every day. We love you very much. Thank you to all the parents for you support us, cheers for us, and make us feel brave. My dear friends, this year we look through. Read, write, sing, count, dance and share. We had fun together every day. Tonight we have many songs and dance for we participated. Lord, we hope enjoy the show. My dear friends, you will to read, write, sing, dance and share. We had fun together. I would like to add a little small part. Every child is a little star. Together we make the sky shine bright. Thank you, everyone. Have a wonderful evening. താങ്ക് യു മോനെ. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ കൊച്ചിന്. നന്ദി പറയുന്നതിനായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ശിവജി PR-നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇത്രയും ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. അതിൻ്റേതായ ഒരു ടെൻഷനും ഒരു നെർവസ്നെസ്സൊക്കെ എനിക്കുണ്ട്. ഞാനിവിടെ ഇരുന്ന് വിചാരിക്കുകയായിരുന്നു, ഈ നന്ദി പ്രസംഗം ആയിരുന്നു ആദ്യമെങ്കിൽ എനിക്ക് അത്രയും കുറച്ച് ടെൻഷൻ അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത്, ഈ ഒരു നല്ലൊരു ദിവസം നമുക്കിവിടെ കൂടാനായിട്ട് അവസരം ഒരുക്കി തന്ന സർവേശ്വരനാണ്. സർവേശ്വരനെ ഞാൻ നന്ദി അറിയിക്കുന്നു എൻ്റെയും. അതിനുശേഷം നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് അവർ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. അവരെ കൊണ്ടാവുന്ന പോലെയൊക്കെ അവർ ചെയ്യുന്നുണ്ടത് എല്ലാം ഈ സ്റ്റേജിൽ പെർഫോം ചെയ്ത് നമ്മളെ കാണിക്കാൻ, നമ്മുടെ മുന്നിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ്. അപ്പോൾ ആ കഷ്ടപ്പാടിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അടുത്തത് നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ്, നമ്മുടെ കുട്ടികളെ നോക്കുന്ന, നമുക്കറിയാം നമ്മുടെ
വീട്ടിലുള്ള ഒരു കുട്ടിയെ നോക്കാൻ നമ്മൾ ഇന്ന് സ്ട്രഗിള് ചില്ലറയൊന്നുമല്ല. അപ്പോൾ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 3:30 വരെ ഇവിടെ സിസ്റ്റർ അടക്കം ഒരു 5 പേരാണ് ഇക്കണ്ട കുട്ടികളെല്ലാവരെയും മര്യാദയ്ക്ക് വഴക്കൊന്നും കൂടാതെ കൊണ്ടു നടന്ന് പരിപാലിച്ച് കാര്യങ്ങൾ നോക്കുന്നത്. അത് ചെറിയൊരു എഫേർട്ടല്ല, അത് അത്രയും എഫേർട്ടിട്ട് അവർ വളരെ സ്നേഹത്തോടെ നമ്മുടെ കുട്ടികളെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനെത്രത്തോളം അവരോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നാലും ഞാൻ ഈ അവസരത്തിൽ എൻ്റെയും PTA-യുടെയും നമ്മുടെ ഓരോ മാതാപിതാക്കളുടെയും പേരിൽ ടീച്ചേഴ്സിനോട്, ലില്ലി ചേച്ചി, സിസ്റ്റർ, എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ശേഷം നമുക്ക് സ്വാഗത പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷെഫി റോസ്, അതുപോലെ തന്നെ ഈ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് സിസ്റ്റർ എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടായിരുന്നു. ഞാൻ ഓരോ കാര്യത്തിനും സംശയങ്ങൾക്കൊക്കെ സിസ്റ്ററാണ് കോൺടാക്ട് ചെയ്തിരുന്നത്, ചോദിച്ചിരുന്നത്. അപ്പോൾ സിസ്റ്ററാണ് എന്നോട് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, വളരെ സമന്വയമായിട്ട് എന്നോട് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിസ്റ്ററോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ച മിനി ടീച്ചർ ഓരോ കാര്യങ്ങളും വിടാതെ തന്നെ ഇവിടെ ടീച്ചർ അവതരിപ്പിച്ചു. ടീച്ചറിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. നമ്മുടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ രാജു അച്ഛൻ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലുള്ള ഈ മൊബൈൽ ഉപയോഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, കുട്ടികൾ മാത്രമല്ല നമ്മളും മാതാപിതാക്കളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു അത് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതിനുള്ള നന്ദി അറിയിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം സിസ്റ്റർ പവിത്രയാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്, പക്ഷേ സിസ്റ്ററിനോട് എത്താൻ കഴിഞ്ഞില്ല. പകരമെത്തിയ സിസ്റ്റർ ബോണി സിസ്റ്റർ. സിസ്റ്റർ നമ്മുടെ ലൈഫിൽ എലൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളോട് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ഈ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിച്ച സിസ്റ്ററിന് ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അതേപോലെ ഇന്നത്തെ അനുഗ്രഹ പ്രഭാഷണം പീറ്റർ അച്ഛൻ്റെ, അച്ഛന് നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കേണ്ടായി. ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട കാര്യങ്ങളല്ല, നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം പറഞ്ഞു തരാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ആശംസ പ്രസംഗം നടത്തിയ ജോർജ് ഏട്ടൻ, കുട്ടികളെ വളർത്തേണ്ട രീതിയും നമ്മളെവിടെയെല്ലാം സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എവിടെയെല്ലാം അവരുടെ കൂടെ നിൽക്കണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരികയുണ്ടായി. ജോർജ് ഏട്ടനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. MLPS സ്കൂളിലെ HM ധന്യ മാഡം, മാഡം നമ്മുടെ ഒരു സ്കൂളിൻ്റെ സാൻജോയുടെ സഹോദര സ്ഥാപനം പോലെ വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. അവിടുത്തെ ഹെഡ് മിസ്ട്രസ്സാണ്. മാഡവും കുട്ടികളെ പറ്റി ഒരുപാട് സംസാരിക്കുകയുണ്ടായി, കുട്ടികളെ വളർത്തുന്ന രീതിയെ പറ്റിയല്ല. മാഡത്തിന് ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. പിന്നെ കുമാരി ജാൻവി, സെയ്ഡൻ, എൻ്റെ തന്നെ കൂട്ടുകാരുടെ മക്കളാണ്, ജോമിയുടെയും ലിൻസൻ്റെയും. അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ അവരോട് ഒരു നല്ലൊരു ആശംസ പ്രകടനം നടത്തി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അവർ ഇതുപോലെ സംസാരിക്കുമെന്ന്. ഈവൻ എന്നെയൊക്കെ നല്ലതായിട്ട് അവർ സംസാരിച്ചു ഇവിടെ. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. താങ്ക് യു. താങ്ക് യു സാർ. ഡിസ്റ്റിങ്ഷൻ അർഹരായ കുട്ടികൾക്ക് സമ്മാനദാനം നൽകുന്നതിനായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ശിവജി PR-നെ ക്ഷണിച്ചുകൊള്ളുന്നു.
രാഹുൽ. പേരൻസിനുള്ള സമ്മാനം നൽകുന്നതിനായി ക്രിസ്മസ് കാർഡും സമ്മാനം നൽകുന്നതിനായി നമ്മുടെ സെൻറ്റ് അഗസ്റ്റിൻസ് ചർച്ച് ട്രസ്റ്റി ശ്രീ ബേബി വേട്ടുന്തര ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് പ്രൈസ് ഐഹാൻ ജിയാസ്. തേർഡ് പ്രൈസ് 2 പേർക്കാണ്. അനന്ത പത്മനാഭൻ ആൻഡ് സപ്ത വിനീത്. അനന്ത പത്മനാഭൻ, സപ്ത വിനീത്. സ്റ്റാർ നിർമ്മിച്ചവർക്കുള്ള സമ്മാനങ്ങൾ. ഫസ്റ്റ് എയ്ഡൻ റിൻസൺ. ജിയാസ് ലിയ ലിപിൻ. തേർഡ് അദ്വിക ഷിനീഷ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ.